ഇന്ന് ആൻമോൾക്ക് പരീക്ഷയുള്ള ദിവസമാണ്. അത് മലയാളമാണ്. അപ്പോൾ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അങ്ങനെ ആൾ എഴുതുന്ന ഒരു പരീക്ഷയാണ്. എങ്കിലും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഒരു ഓട്ടം എല്ലാ വീട്ടിലും കാണാമല്ലോ. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള തിരക്കും കാര്യങ്ങളും ആയിരുന്നു വീട്ടിൽ. അപ്പോൾ ആനെ നേരെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് നമ്മൾ നേരെ പച്ചക്കറി വാങ്ങാനാണ് വന്നിരിക്കുന്നത്. കുറച്ച് കൂടുതൽ ലിസ്റ്റ് അമ്മ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും മിസ്സാകാതിരിക്കാൻ നമ്മൾ ഒരു ഹോൾസെയിൽ കടയിലാണ് വന്നിരിക്കുന്നത്. 1 കിലോ തക്കാളി, 1 കിലോ എണ്ണ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് പോയി ഒറ്റയ്ക്ക് വാങ്ങാൻ അറിയാം. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് പറയുമ്പോൾ നല്ലതേതാ ചീത്തതേതാന്നൊക്കെ നോക്കിയെടുക്കാൻ പ്രത്യേകം എടുത്ത് പറയുമ്പോൾ ഒരു ചെറിയ പേടിയായതുകൊണ്ട് അച്ഛനെയും കൂടെ ഞാൻ കൂടെ കൂട്ടി. അച്ഛനെ സംബന്ധിച്ച് ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത് അച്ഛൻ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇതുപോലെ അവധിക്കാലത്ത് നാട്ടിലെത്തുമ്പോൾ നാട്ടിലുണ്ടായ ചെറിയ ചെറിയ മാറ്റങ്ങൾ കണ്ടുപിടിക്കാനും പുതിയ ആളുകളുമായിട്ട് സംസാരിക്കാനും കൊച്ചു വർത്താനം പറയാനും ഒക്കെയുള്ള ഒരു അവസരമായിട്ടാണ് അച്ഛൻ ഇതിനെയൊക്കെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പണിയും ചെയ്യേണ്ടി വന്നില്ല. പൈസ കൊടുക്കുന്നത് ഉൾപ്പെടെ എല്ലാ കാര്യം ചെയ്തത് അച്ഛനാണ്. അങ്ങനെ ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ അമ്മ തന്ന ലിസ്റ്റിലെ ഒരു സാധനം പോലും മിസ്സാക്കാതെ നമ്മളെല്ലാം എത്തിച്ചിട്ടുണ്ട്. കാറ് പാർക്ക് ചെയ്ത് ഓരോന്നായിട്ട് പുറത്തോട്ട് എടുക്കുമ്പോൾ അമ്മയും നമ്മുടെ കൂടെ കൂടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനിടയ്ക്ക് ആ ഒരു പച്ചക്കറി വാങ്ങാൻ പോയപ്പോഴും അതേപോലെ ആനെ സ്കൂളിലാക്കാൻ പോകുന്നതിനും ഇടയിൽ നടന്ന കുറെ തമാശകൾ നമ്മൾ തമ്മിൽ പറയുന്നുണ്ടായിരുന്നു. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ? അതായത് എന്തൊരു കാര്യം ചെയ്താലും അതിന് പിന്നിലും ഒരു കഥ.